ഹായ് ഫ്രണ്ട്സ്, റാസ് വീഡിയോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു കാടക്കൂട് സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ മെഷർമെൻറ്റ് എല്ലാം വിശദമായി ഞാൻ പറയുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇത് അരക്കര മെഷാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാടയ്ക്ക് അരക്കരയുടെ മെഷ് തന്നെയാണ് നോർമലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. പിന്നീട് ഇതിൻ്റെ വീതി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, കൂടിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 അടി വീതിയാണ്. 1.5 അടി വീതിയും 3 അടി നീളവുമാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഞാൻ ഈ കൂട് നിർമ്മിക്കാൻ എടുത്തിരിക്കുന്ന ടോട്ടൽ അളവ് ഞാൻ പറഞ്ഞുതരാം. 3 അടി വീതിയുള്ളതും 6 അടി നീളവുമുള്ളതുമായിട്ടുള്ള ഒരു അരക്കരയുടെ മെഷാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 അടിയാണ് ഇതിൻ്റെ ടോട്ടൽ നീളം, അതായത് 72 ഇഞ്ച് നീളം. അതിൻ്റെ 56 ഇഞ്ച് വെച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ മടക്കി എടുത്ത് കൂടിൻ്റെ ഷേപ്പാക്കി എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ഒന്നിൻ്റെ മെഷ് ഉണ്ടെങ്കിൽ കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കണ്ണറ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അത് കാടയ്ക്ക് തീറ്റ തിന്നാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. ഇതിന് ഞാനൊരു കേജ് പ്ലെയർ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് 7 ഇഞ്ച് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു പട്ടികയിൽ വെച്ച് നിങ്ങൾ വളച്ചെടുക്കുക. ഇനി അടുത്തുള്ളത് കേജിൻ്റെ ടോപ്പാണ്. അത് 18 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കിയെടുക്കണം. അടുത്ത് വരുന്നത് കേജിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് 9 ഇഞ്ച് വരുന്ന രീതിയിൽ അടിച്ച് വളച്ചെടുക്കുക. ഫുൾ വളച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഫ്രണ്ട് 7 ഇഞ്ച്, ടോപ്പ് 18 ഇഞ്ച്, ബാക്ക് 9 ഇഞ്ച്, എൻ്റെ ബോട്ടം 22 ഇഞ്ച്. ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടേക്കുന്നത് മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് വേണ്ടത് ഇതേപോലത്തെ ഉള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. 18 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള 2 പീസുകൾ എടുക്കണം. ഇതുപോലെ എഡ്ജുകളിൽ വരുന്ന വിധത്തിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. എഡ്ജിൽ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്കതിനെ വളച്ച് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു കേജ് ഷേപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും കേജ് ഷേപ്പിൽ. ഇനി അടുത്ത് ഞാനിതൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ.
അടുത്തുള്ള ജോലി എന്ന് പറയുന്നത് ഫീഡിന് വേണ്ടിയിട്ടുള്ള ട്രേ സെറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഫീഡിങ് ട്രേ സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഞാൻ 2 ജാമിൻ്റെ കപ്പ്, നമ്മൾ നോർമലി ജാം വാങ്ങിക്കുന്നതിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്കൊരു കെട്ട് കമ്പിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ട്രാപ്പ് ചെയ്തിട്ടോ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം PVCയിൽ. ഇനി അടുത്ത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രേ സെറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ ബോട്ടമിൽ 22 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ഒരു കണ്ണറ വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. മുട്ട കളക്ട് ചെയ്യുന്ന ട്രേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇരു സൈഡുകളിലും 2 കുഞ്ഞ് പീസുകളും കൂടെ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട കളക്ട് ചെയ്യുന്ന ട്രേ ആകും. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഡോറ് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് കണക്ക് നിങ്ങൾ ലാസ്റ്റ് ഇതിൻ്റെ ടോപ്പ് ഒരു ഉദ്ദേശിച്ച കണക്കിന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസിലായിരിക്കണം അടുത്തതിൻ്റെ ടോപ്പിലിടുന്ന പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. സൈഡ് ഇതേ കണക്കുള്ള എഡ്ജസ് വെച്ചേക്കുക. നമുക്ക് നേരത്തെ ലോക്ക് ചെയ്ത പോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നേരെ കേജിൽ വെച്ച് ലോക്ക് ചെയ്തെടുക്കുക. അടുത്ത ഒരു വയർ മെഷ് കൊടുത്ത് നമുക്കിതിന് ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കേജിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർന്നു. ഇനി കേജിനെ ഒരു വയർ മെഷ് വെച്ചിട്ട് ഒന്ന് കെട്ടി ഉറപ്പിക്കുക. പിന്നെ വെള്ളത്തിനായിട്ടൊരു ബോട്ടിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ കേജിൻ്റെ പണി കഴിയും. നിങ്ങൾക്ക് 10-15 കട വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിപ്പിൾ സിസ്റ്റം യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ കടകളെ കൂടുതലോട്ട് മാറ്റുകയാണ്. ഇതിലെനിക്കിപ്പോൾ ഒരു 15 കടയോളം ഇടാനേ എൻ്റെ കയ്യിലുള്ളൂ. യഥാർത്ഥത്തിൽ 1 സ്ക്വയർ ഫീറ്റിൽ 6 കടകളിടാം എന്നാണ് അതിൻ്റെ കണക്ക്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കടകളിടാവുന്നതാണ്. സോ ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.